ഫെബ്രുവരി 22 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അബിലിയൂസ്, വിശുദ്ധ അരിസ്റ്റ്യോൺ, വിശുദ്ധ അത്തനേഷ്യസ്. ഇന്നേ ദിവസം വിശുദ്ധ പത്രോസിന്റെ റോമാ സിംഹാസനത്തിന്റെ തിരുനാളും തിരുസഭ ആചരിക്കുന്നു. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം. ആദ്യ സഭാ തലവനും പ്രധാന ഗുരുവെന്ന നിലയിലും വിശുദ്ധ പത്രോസിന്റെ അധികാരത്തിന്റെ സ്മരണ പുരാതന കാലം മുതൽക്കേ റോമൻ സഭയിൽ നിലവിലുണ്ടായിരുന്നു. ഏറ്റവും വിഖ്യാതനായ അപ്പസ്തോലിക സഭാപിതാവിന് സാക്ഷ്യം വഹിച്ചതിനാൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് യാഥാസ്ഥിതിക വിശ്വാസികൾക്കിടയിൽ ഒരു സവിശേഷമായ സ്ഥാനവും അനുസരണയും ഉണ്ടായിരുന്നു. സ്നേഹത്തിലൂന്നിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും സഭകളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം. ക്രിസ്തു തൻ്റെ സഭയിൽ ഐക്യം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചിരുന്നതായി സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ മുഴുവൻ അനുയായികളിൽ നിന്നുമായി 12 പേരെ തൻ്റെ ശിഷ്യരായി തിരഞ്ഞെടുത്തു. എന്നാൽ സഭയുടെ ഐക്യമെന്ന രഹസ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി യേശു തൻ്റെ 12 ശിഷ്യന്മാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തു എന്നത് കാണാവുന്നതാണ്. യേശു തൻ്റെ മുഴുവൻ അനുയായികളെയും വിളിച്ചുകൂട്ടി അവർക്ക് സുവിശേഷം പകർന്നു നൽകി. അതിനുശേഷം അവരിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്തു. ഇപ്രകാരമാണ് അപ്പസ്തോലന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതായിരുന്നു യേശു നടത്തിയ ആദ്യത്തെ വിഭജനം. ഈ 12 അപ്പസ്തോലന്മാരിൽ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ ആണ്. തൻ്റെ ഭവനമാകുന്ന സഭയെ പണിയുന്നതിനുള്ള തയ്യാറെടുപ്പെന്ന നിലയിൽ യേശു പത്രോസിനെ തിരഞ്ഞെടുക്കുകയും യേശു തന്നെ പത്രോസ് എന്ന നാമധേയം ശിമയോന് നൽകിയതെന്നും അപ്പസ്തോലനായ വിശുദ്ധ മർക്കോസ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:19 എന്ന് തുടക്കം മുതലേ യേശുക്രിസ്തു പറയുകയും ഇപ്പോൾ ധാരാളം പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു ജോനാസിൻ്റെ മകനായ ശിമയോനോട് അരുളി ചെയ്തു: അതിശക്തിയുള്ളവനും യഥാർത്ഥ ശിലയുമായി യേശു തൻ്റെ ശക്തി പകർന്നു കൊടുത്തിട്ടുള്ള ശിലയായ ശിമയോനോട് മാത്രമാണ് ഇനി മുതൽ ഇതിനായി സംസാരിക്കുക. അവനിലൂടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, തൻ്റെ സ്വന്തം സ്ഥിരത അവൻ്റെ മേൽ മുദ്ര കുത്തുകയും ചെയ്തു. യേശു പറഞ്ഞു: ആകയാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാകുന്നു. തുടർന്ന് യേശു പ്രകാരം കൂട്ടിച്ചേർക്കുകയും ചെയ്തു: നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു അതിനെ ഉപസംഹരിക്കുന്നു. വിശ്വാസമാണ് തൻ്റെ സഭയുടെ അടിത്തറ എന്നറിയാവുന്ന യേശു തൻ്റെ ഈ ദൗത്യത്തിന് വേണ്ടി പത്രോസിനെ ഒരുക്കുന്നതിനായി ആരാധ്യമായ സഭയുടെ ആണിക്കല്ലായി തീരുവാനുള്ള തക്കവിധം വിശ്വാസത്താൽ പത്രോസിനെ പ്രചോദിപ്പിക്കുന്നു. പത്രോസാകട്ടെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന തൻ്റെ ശക്തമായ വിശ്വാസ പ്രഖ്യാപനം വഴി, വാഗ്ദാനം വഴി തിരുസഭയുടെ ആണിക്കല്ലായി തീരുവാൻ തക്കവിധം യോഗ്യത ഉള്ളവനാകുന്നു. ഒരാളെ തലവനാക്കുക എന്നുള്ളത് യേശുവിൻ്റെ വളരെയേറെ നിഗൂഢമായൊരു പദ്ധതിയായിരുന്നു. പഴയ പഞ്ചാംഗമനുസരിച്ച് ജനുവരി 18-ാം തീയതി വിശുദ്ധ പത്രോസിൻ്റെ റോമാ സിംഹാസനത്തിൻ്റെ തിരുനാളും 22-ാം തീയതി അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ തിരുനാളും ആഘോഷിച്ചിരുന്നു. പുതിയ റോമൻ മിസാലനുസരിച്ച് പത്രോസിൻ്റെ പരമാധികാര സിംഹാസനത്തിൻ്റെ തിരുനാൾ എന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിൻ്റെ താക്കോലുകളും കുഞ്ഞാടുകളുടെയും ചെമ്മരിയാടുകളെയും മേയ്ക്കുവാനുള്ള അധികാരവും പത്രോസിന് നൽകിയിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം പത്രോസ് കുറേ നാൾ പലസ്തീനയിൽ തന്നെ ചെലവഴിച്ചു. അതിനുശേഷം അന്ത്യോക്യയിലേക്ക് പോയി അവിടെ 7 കൊല്ലം താമസിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഗ്രിഗറി പറയുന്നു. റോമിലേക്ക് പോകുന്നതിന് മുൻപ് ഏതാനും സംവത്സരം അദ്ദേഹം അന്ത്യോക്യയിൽ ആസ്ഥാനം ഉറപ്പിച്ചിരുന്നുവെന്ന് എവുസെബിയൂസ്, ഒറിജൻ, വിശുദ്ധ ജെറോം, വിശുദ്ധ ഇന്നസെന്റ്, ജലാസിയസ് പാപ്പ, വിശുദ്ധ ക്രിസോസ്റ്റം എന്നിവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യോക്യയിൽ നിന്ന് പുറപ്പെട്ട പത്രോസ് പൗലോസിനോടൊപ്പം റോമായിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇരുവരും നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഒരേ ദിവസം തന്നെ രക്തസാക്ഷിത്വം വരിച്ചുവെന്നും പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു.